നമുക്കിന്ന് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് അടിപൊളി ക്രാഫ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ബോട്ടിൽ മുമ്പ് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചൊരു ബോട്ടിലായിരുന്നു കേട്ടോ. അതാകെ നാശമായിപ്പോയി. കാരണം ഞാനത് നുറുക്കുകോന്നപ്പോൾ യൂസ് ചെയ്തിട്ടായിരുന്നു ക്രാഫ്റ്റ് ചെയ്തിരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് അതൊക്കെ അങ്ങ് നാശമായിപ്പോയി. അപ്പം ഞാൻ ബ്ലാക്ക് വെച്ചൊന്ന് ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് എടുത്തിട്ട് ഒറ്റ പീസ് മതി. അടുത്തതായി നമുക്ക് വേണ്ടത് അതുപോലെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടാകും. അപ്പോൾ ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതുപോലെ ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ അത് കുറച്ച് ഷാർപ്പായതൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലും സർക്കിൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ലതിൽ കിട്ടുള്ളൂ. ഇനി നമുക്കിത് സിസർ യൂസ് ചെയ്തത് അതുപോലെ കുറച്ച് കട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സെൻറ്റർ പോർഷൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിത് അതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് കുറച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ തലങ്ങും വിലങ്ങൊക്കെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തതായി നമുക്കത് അതുപോലെ കുറേ എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഗോൾഡൻ ഷെയ്ഡ് വെച്ചൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവർ ഗോൾഡൻ ഷെയ്ഡ് വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ കുറച്ച് മുത്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ ഗോൾഡൻ ഷെയ്ഡ് വെച്ച് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റിൽ നിന്ന് അതുപോലെ കുറച്ച് ലീഫിൻ്റെ ഷേപ്പൊക്കെ കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ ഗോൾഡൻ ഷെയ്ഡ് വെച്ചല്ല കളർ ചെയ്യേണ്ടത്, നമുക്ക് ബ്ലാക്ക് വെച്ചൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബോട്ടിൽ നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അതിൽ നിന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. ഈ ഒരു ബോട്ടിലോട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് ഈ ഒരു പാറ്റേണിലാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തതാ ലീവ്സൊക്കെ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ നേരത്തെ കളർ ചെയ്ത ചാമ്പൊക്കെ ഉണ്ടല്ലോ, അതും നമുക്ക് ഇതിൻ്റെ ഫ്ലവറിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? പിന്നെ ഈ ഒരു ഗ്ലൂ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടത്തില്ല. അപ്പോൾ കുറച്ചൊരു ടൈമൊക്കെ എടുക്കും. ഇനി ഞാൻ ഗോൾഡൻ ഷെയ്ഡ് വെച്ച് ലീഫൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്രാഫ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ.